ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പകരം വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനാകും. മുഖ്യമന്ത്രിയുടെ പേരുള്ള ശിലാഫലകം എടുത്തുമാറ്റി. കൊല്ലം മേയറെയും ചടങ്ങിന് ക്ഷണിച്ചില്ല. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. രാജ്കുമാർ, നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ കാര്യം വിവാദമായിരുന്നു. മേയറെ കൂടി ഒഴിവാക്കുന്നു. അത് സാധാരണഗതിയിലുള്ള ചട്ടങ്ങളുടെ ലംഘനമല്ലേ? എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ച് ഉയരുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ ഇക്കാര്യം വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതിനകത്ത് 15-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രസ്താവനയ്ക്കുള്ളൂ. ഇത് വിവാദമാക്കാനാണ് മാധ്യമങ്ങളുടെ ഉദ്ദേശം. അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ കക്ഷി ചേരാനോ നിങ്ങൾ രാവിലെ മുതൽ വെളുക്കോളം നിന്നാൽ ശരി തന്നെ എന്നെ അതിന് കിട്ടില്ല എന്ന് അസന്നിഗ്ധമായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവിടെ നിന്ന് പിന്മാറിയത്. പിന്നീട് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അതായത് ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകും. ഒപ്പം തന്നെ പലതരത്തിലുള്ള ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കൊപ്പം ഇരിക്കുന്നതിൽ ബിജെപിക്ക് അതിൽ അസ്വസ്ഥതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയെ ഒഴിവാക്കി എന്നുള്ളതാണ് അവിടെ കിട്ടുന്ന വിവരം. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടിയെ താൻ ക്ഷണിക്കാൻ പറഞ്ഞിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശനോ തുഷാർ വെള്ളാപ്പള്ളിയോ അറിഞ്ഞല്ല ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഉള്ളവരെ ക്ഷണിച്ചത് എന്നുള്ളതാണ് മറ്റൊരു വിവരം പുറത്തു വരുന്നത്. ഒപ്പം കൊല്ലം മേയർ ഉൾപ്പെടെ ഉള്ളവരെ വിളിക്കാനായി പ്രത്യേകം സ്വാഗത സംഘ രൂപീകരണം നടത്തിയിരുന്നു. അതിന്റെ കൺവീനറായി ആർ സുവർണകുമാർ, അതുപോലെ മോഹൻ ശങ്കർ ഉൾപ്പെടെയുള്ള SNDP യോഗം മുൻ SN കോളേജ് പ്രിൻസിപ്പാൾ ശശികുമാർ ഉൾപ്പെടെയുള്ളവരെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അവർ കൊല്ലത്ത് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തി ഈ പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കൊല്ലം മേയർ, അതുപോലെ കൊല്ലം MP, കൊല്ലം MLA PK ഗുരുദാസൻ ഉൾപ്പെടെയുള്ളവരെ ക്ഷണിക്കുന്നതായും അതിനുള്ള രേഖകളും നമുക്ക് തന്നിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതുമാണ് അതിന്റെ ക്ഷണക്കത്ത്. അപ്പോൾ ഈ നിലയിൽ ഒരു സ്വാഗത സംഘ കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ കമ്മിറ്റി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ മുഴുവനും ക്ഷണിക്കുകയും അതിഥികളായി ക്ഷണിക്കുകയും അത് വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇതിന് ഗൗരവമേറുന്നത്. അപ്പോൾ ഈ സ്വാഗത സംഘ കമ്മിറ്റി തങ്ങളുടെ അറിവ് കൂടാതെയാണ് ഇതെല്ലാം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ രാജ്കുമാർ, അങ്ങനെയെങ്കിൽ സോളാർ കുറ്റാരോപിതരായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കുന്നതിൽ BJPക്ക് അസ്വസ്ഥമുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദി പ്രതിഷേധമാകും എന്ന യുക്തിയല്ലല്ലോ. മേയറെ കൂടി ഒഴിവാക്കുമ്പോൾ അവിടെ കൃത്യമായി രാഷ്ട്രീയം ഇല്ലേ ഇതേ സംബന്ധിച്ച്? തീർച്ചയായും. അതായത് ഇതിൽ ഒരു ഇരട്ടത്താപ്പ് നയമാണ് വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ പള്ളിയും സ്വീകരിക്കുന്നു എന്ന് വേണം നമുക്കൊരു അനുമാനത്തിലെത്താൻ. ഒരേ സമയത്ത് രണ്ടു തരം കളികൾ. ഇത് ആരെ പ്രീതിപ്പെടുത്താനാണ്, ആരെ തൃപ്തിപ്പെടുത്താനാണ് എന്നുള്ളതാണ് 15-ാം തീയതിക്ക് ശേഷം അത് വ്യക്തമാകും. ഒരുപക്ഷെ 15-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന SN കോളേജിലെ ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കൽ വെക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനുമുള്ള നീക്കം കേരള പോലീസിൽ ഇപ്പോൾ ചർച്ച നടത്തി വരികയാണ്. പ്രതിഷേധം ഏത് കോണിൽ നിന്ന് ഉയരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായാൽ അത് പോലീസുകാരുടെ തൊപ്പി ഉറയ്ക്കാൻ ഇടയാക്കും. ഒരു കാരണവശാലും അതിനെ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആർ ശങ്കറിന്റെ പുതിയ പ്രതിമയുടെ സമീപത്തേക്ക് മാർച്ച് നടത്തിയത് പോലീസ് തടഞ്ഞിരുന്നു. രാത്രിയാണ് 8:30 മണിയോടെ ഒരു മാർച്ച് നടത്തിയത്. 9 മണിയോടെ ഇവർ ഇത് പ്രതീകാത്മകമായി തന്നെ റോഡിൽ വെച്ച് തന്നെ പോലീസ് തടഞ്ഞ സ്ഥലത്ത് വെച്ച് തന്നെ പച്ച റിബൺ കെട്ടിക്കൊണ്ട് അത് നാടയായി കരുതി അത് പ്രതീകാത്മകമായി മുറിച്ച് ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തതായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പങ്കെടുപ്പിക്കാത്ത ഒരു യോഗം ഒരു കാരണവശാലും അതിൽ പ്രധാനമന്ത്രിയെ കാലുകുത്താൻ പോലും അനുവദിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് ഇതിൽ പരിഹാസ രൂപയാണെങ്കിൽ പോലും അവരും പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. സംസ്ഥാന ഗവൺമെന്റ് തന്നെ അതിൽ ഒരു വെട്ടിലായ സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ താൻ പങ്കെടുക്കില്ല എന്ന്, ഉമ്മൻചാണ്ടി പങ്കെടുക്കില്ല എന്നുള്ളത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP നേതൃത്വമാകട്ടെ. അതായത് രാജ്കുമാർ, മുഖ്യമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതിന്റെ ക്ഷണക്കത്തിൽ ഒപ്പിട്ടത് എന്ന വാർത്ത ഇന്നലെ എത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടി കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാകും ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുക? അങ്ങനെയെങ്കിൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആർ ശങ്കർ, അതായത് കേരളത്തിന്റെ മുൻ KPCC പ്രസിഡന്റ്, മുൻ മുഖ്യമന്ത്രി, SNDP നേതാവ് കൂടിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന ആർ ശങ്കറിന്റെ മകൻ
മോഹൻ ശങ്കർ ഈ കൊല്ലം SNDP യൂണിയന്റെ പ്രസിഡന്റാണ്, പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം കൂടി അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന സ്വാഗത സംഘ കമ്മിറ്റിയാണ് ഇതിൽ മുഴുവനും ക്ഷണിതാക്കളെ മുഴുവനും ഇതിന്റെ ലിസ്റ്റും പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകമായ കാര്യം. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആർ ശങ്കറിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ അദ്ദേഹത്തോട് തിരക്കിയാൽ മതി എന്ന് പറഞ്ഞ ഒഴുക്കൻ മറ്റിൽ പറഞ്ഞ് വെള്ളാപ്പള്ളി രക്ഷപ്പെടുകയാണുണ്ടായത്. എന്തായാലും മോഹൻ ശങ്കറിനെ സംബന്ധിച്ച് പിതാവിന്റെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള ആ പൂർണ്ണമായ വെങ്കല പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടുനിൽക്കാനാകില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ്. എന്തായാലും ഇത് SNDP യോഗത്തിന്റെ പരിപാടി ആയതുകൊണ്ട് മോഹൻ ശങ്കർ പങ്കെടുക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ഒരു പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയരും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ തന്നെ ഇതിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ കരിങ്കൊടി ഉൾപ്പെടെയുള്ള ഇതിന്റെ ഒരു പ്രകടനം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായി പോലീസ് ഇപ്പോൾ ചർച്ച നടത്തി വരികയാണ്. അങ്ങനെ ഒരു കൃത്യത്തിലേക്ക് പോയാൽ വലിയ സുരക്ഷാ ഭീഷണി എന്ന നിലയിൽ ആ തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിഷേധത്തിന് മുതിരരുത് എന്നാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതേസമയം BJP ഉൾപ്പെടെയുള്ളവർ വെള്ളാപ്പള്ളിയോട് പുലർത്തുന്ന ഒരു പ്രത്യേക താല്പര്യവും ബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ഏതു നിലയും ഈ പരിപാടി രാജ്കുമാർ ഒരു കാര്യം കൂടി, അതായത് പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ കൊല്ലത്തെത്തുമ്പോൾ അവിടുത്തെ മേയർ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. മേയറെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന വാർത്തയെക്കുറിച്ച് മേയറുടെ പ്രതികരണം എന്ത്? മേയർ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ക്ഷണിക്കാത്ത ഒരു ചടങ്ങിന് എങ്ങനെ പോകുമെന്നുള്ളതാണ് മേയർ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു റെയിൽവേ ട്രാക്കിന് അപ്പുറവും ഇപ്പുറവും തൊട്ടപ്പുറത്തെ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട അസീസ് ഇരുവിപുരം മണ്ഡലവും ഈ SM കോളേജിന്റെ അപ്പുറം ഭാഗത്ത് വരുന്നതാണ്. അങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിന് അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് കൊല്ലം MLA-യും ഇരുവിപുരം MLA-യും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെയും ക്ഷണിച്ചിട്ടില്ല എന്ന് അസീസ് MLA-യും വ്യക്തമാക്കുകയുണ്ടായി. പക്ഷെ പ്രേമചന്ദ്രനെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രേമചന്ദ്രൻ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിലാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്നാലും അതിലൊരു അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പങ്കെടുപ്പിക്കാത്തതിനെതിരെ NK പ്രേമചന്ദ്രൻ പ്രതിഷേധക്കുറിപ്പ് നമുക്ക് തന്നിരുന്നു. അതിൽ ഒരു ജനാധിപത്യത്തിലേറ്റ കനത്ത തിരിച്ചടിയാണ്. BJP ഉൾപ്പെടെയുള്ളവരാണ് ഇത് തീരുമാനിക്കുന്നത്. ഇത് ഒരിക്കലും വെച്ചു ഉറപ്പിക്കാനാകില്ല എന്ന് പ്രതിഷേധത്തോടു കൂടി തന്നെ പ്രേമചന്ദ്രൻ ആ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ശരി തന്നെ, അങ്ങനെ പങ്കെടുത്താൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ വെച്ച് പ്രേമചന്ദ്രനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നേതാക്കന്മാരോ ആരെങ്കിലും PK ഗുരുദാസൻ ഉൾപ്പെടുന്ന MLA ഉൾപ്പെടുന്ന ആരെങ്കിലും പങ്കെടുത്താൽ അവർ ആരെങ്കിലും ഈ പ്രശ്നത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയെ ഇരുത്തിക്കൊണ്ടത് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ സംഭവ വികാസമായി മാറുമെന്നുള്ള ഒരു ആശങ്കയും BJP നേതൃത്വത്തിനും ഒപ്പം പോലീസിനുമുണ്ട്. അത് SNDP യോഗത്തെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. പല അടുപ്പക്കാരെ മുഴുവനും ശത്രുക്കളാക്കി വലിയ BJP-യുമായി ഒരു കൂട്ടുകെട്ട് വേണോ എന്നുള്ള ഇന്നലെ രാത്രി പോലും പല SNDP നേതാക്കളും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പകരം വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനാകും. മുഖ്യമന്ത്രിയുടെ പേരുള്ള ശിലാഫലകം എടുത്തുമാറ്റി പകരം വെള്ളാപ്പള്ളി നടേശന്റെ പേരുള്ള ശിലാഫലകം സ്ഥാപിക്കുകയും ചെയ്തു. കൊല്ലം മേയറെ കൂടി ചടങ്ങിന് ക്ഷണിച്ചില്ല എന്ന പുതിയ വിവാദം കൂടി ഉയരുകയാണ്.